ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രാവൽ കണ്ടന്റ് ക്രിയേറ്ററായി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൺസിസ്റ്റൻ്റ് ആവുക എന്നത് ഒരു വെല്ലുവിളിയാണ്. പൊതുവെ എല്ലാ ആഴ്ചയിലും പുതിയ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന എനിക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് പുതുതായിട്ട് ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ക്വാണ്ടിറ്റി മാത്രം പോരല്ലോ, ക്വാളിറ്റിയും കൂടി വേണ്ടേ. അതുപോലെ തന്നെ ക്ഷമയും. ഏതായാലും ഇനി അങ്ങോട്ട് വെറും ഒരു ട്രാവൽ ചാനൽ മാത്രമായി മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, അൺബോക്സിംഗ്, റിവ്യൂസ് തുടങ്ങിയ മറ്റ് ടോപ്പിക്സ് കൂടി കവർ ചെയ്ത് ചാനൽ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി എൻ്റെ മുൻ യാത്രാ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. വോയിസ് ഓവറിൽ ഞാൻ എത്രമാത്രം വിജയിക്കും എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ അറിയാം. ഏതായാലും ആദ്യ വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എൻ്റെ ക്യാമ്പസ് ട്രിപ്പിൽ നിന്ന് തന്നെ ആവട്ടെ. വരും ദിവസങ്ങളിൽ എൻ്റെ ആദ്യ ഇൻ്റർസ്റ്റേറ്റ് ബൈക്ക് യാത്ര, അതേപോലെ തന്നെ ചൈന, ശ്രീലങ്ക, ഹോങ്കോങ്, മലേഷ്യ എന്നീ യാത്രാ വീഡിയോസും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നേരെ കഥയിലേക്ക്. 3 വർഷത്തെ എൻ്റെ കോളേജ് ലൈഫിലെ ആദ്യത്തതും അവസാനത്തതുമായ ഒരു യാത്ര വരുന്നത്. സെക്കൻഡ് ഇയറിൽ പലരും പോയിരുന്നു, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തില്ല. പകരം ഫൈനൽ ഇയറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഏതാണ്ട് 2.5-3 ദിവസം നീണ്ടു നിന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഈ ഒരു യാത്രയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം പ്രൈവസിയാണ്. രണ്ടാമത്തത്, ഏതാണ്ട് 6 വർഷത്തോളമായി ഞാൻ കോളേജ് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ പല ഫൂട്ടേജും എൻ്റെ കയ്യിൽ നഷ്ടമായി. ഇതൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ച ഫൂട്ടേജസാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറി ലൈൻ ഞാൻ വിചാരിച്ചത്ര മനോഹരമാക്കാൻ സാധിക്കില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യും. തന്നെയുള്ള മനോഹരമായ സൺറൈസ് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വയനാട് നിന്നും നാഗർഹോല വഴി കർണാടക എത്തുന്നത്. കർണാടക എത്തിയ ഉടനെ നമ്മൾ പോയത് മൈസൂർക്കാണ്. മൈസൂർ നമ്മൾ മുന്നേ ബുക്ക് ചെയ്ത റൂമിലേക്കായിരുന്നു നമ്മൾ പോയിരുന്നത്. അവിടെ പോയി എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം ആദ്യമേ പോയത് മൈസൂർ പാലസിലേക്കാണ്. പകൽ മൊത്തം അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ പോയത് മൈസൂർ സൂവിലേക്കായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. അന്നത്തെ ദിവസം നമ്മൾ ഈ 3 സ്പോട്ടിൽ മാത്രമായിരുന്നു നമ്മൾ വിസിറ്റ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ പോയത് കൂർഗിലേക്കാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൂട്ടേജസ് ഭൂരിഭാഗവും എടുത്തിരുന്നത് രണ്ടാമത്തെ ദിവസമാണ്. അതായത് കൂർഗിലേക്കുള്ള യാത്രയിലും അതേപോലെ കൂർഗിലും വെച്ചിട്ടാണ് ഈ കാണുന്ന ഭൂരിഭാഗം ഫൂട്ടേജസും എടുത്തിരുന്നത്. കൂർഗിൽ നമ്മൾ പ്രധാനമായിട്ട് വിസിറ്റ് ചെയ്തത് അവിടുത്തെ ബുദ്ധമത ക്ഷേത്രം, അതായത് വളരെ ഫേമസ് ആയ ദി ഗോൾഡൻ ടെമ്പിൾ. വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ. ഫൈനലി അവിടെ നിന്നും സന്യാസിമാരെടുത്ത് ഒരു സെൽഫിയും എടുത്ത് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ടേക്ക്.
നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒരു അഡ്വഞ്ചർ ക്യാമ്പിലാണ്. അവിടെ ഒരു റിവർ റാഫ്റ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബഗ്ഗി പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കാനാണ്. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഫൈനലി ഏതൊരു കോളേജ് ട്രിപ്പിനും ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു അടിപൊളി DJ പാർട്ടിയായിരുന്നു. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ ആഘോഷിച്ച കുറച്ച് സമയം. ഫൈനലി നമ്മൾ ഈ കാണുന്ന സുവനീർ ഷോപ്പ് കയറി കുറച്ച് സമ്മാനങ്ങളും മിഠായികളും ഒക്കെ മേടിച്ച് നമ്മുടെ ഡിന്നറും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളുടെ യാത്ര തുടർന്നു. ഫൈനലി നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് അത് മറ്റെവിടെയല്ല, നമ്മൾ ഈ യാത്ര തുടങ്ങിയിടത്ത് തന്നെയാണ്. നമ്മുടെ കോളേജിൽ ഇടുക്കിയിലേക്കാണ് ഈ ഒരു യാത്ര. നെക്സ്റ്റ് സ്റ്റോപ്പ് തിരിച്ചു പോകുന്നത് വന്ന റൂട്ടിലല്ല, വ്യത്യസ്തമായ മറ്റൊരു റൂട്ടിലൂടെയാണ്. തിരിച്ച് നമ്മൾ പിറ്റേന്ന് വിചാരിച്ചതിലും നേരത്തെ തന്നെയാണ് നമ്മൾ കോളേജ് എത്തിയത്. അത്യാവശ്യം ഇമോഷണലായ കുറച്ച് ടൈമായിരുന്നു അത്. ഏതായാലും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.